ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഒമാൻ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒമാനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ വിടാറുണ്ട്. ഞാനിപ്പോൾ വിടാത്തത് എല്ലാം കൂടി ഒരുമിച്ച് വിടാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് റൂം. ഇത് വാജിദാക്കാൻ്റെ റൂം കേട്ടോ. വല്ലാത്ത റൂമാണ്. കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് അടുക്കള. ഇവിടെ ഇപ്പയും വാജിദാക്കാണ് ഇതിൻ്റെ അപ്പുറത്താണ് താമസിച്ചത്. പിന്നെ ഞങ്ങളും കൂടി വന്നപ്പോൾ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയതാട്ടോ. ഞാൻ അടുക്കള. ഫ്രിഡ്ജ് ഉപ്പിലിട്ടതും മുട്ടയും ഒക്കെ ഉണ്ട്. രാവിലത്തെ ചായക്കടി പഴം പുഴുങ്ങിയതും പിന്നെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ കിടക്കുന്ന റൂം കേട്ടോ. സിമ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് റൂം. ഇത് ഇങ്ങനെ മറച്ചിട്ടിട്ട് ഉപ്പച്ചിയും അമ്മച്ചിയും കൂടി എടുക്കും. ഇത് എന്തൊക്കെയാ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഞാൻ ഇന്നലെ കിടന്നിരുന്നു. ഇന്ന് ഞാൻ കിടക്കാൻ പോകുന്ന മുകളിലാട്ടോ. ഇന്ന് ഇത് ഉറങ്ങിയിട്ടുണ്ട്. അവൾ പെട്ടെന്ന് ഇറങ്ങിയതാട്ടോ. രാവിലെ നേച്ചിട്ട് ഞങ്ങൾ അപ്പച്ചൻ്റെ കടയിലൊക്കെ പോയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ആണ് ഈ അപ്പച്ചൻ്റെ റൂമിലും 2 കട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സുണ്ട് അവിടെ. പിന്നെ കുറച്ച് ഇതുണ്ട്. ഷെൽഫുണ്ട്. സംഭവം കേട്ടോ. ഇത് നമ്മൾ ഇതിന്നൊരു ദിവസം ഒരു ഇതെടുക്കും, ഒരു പേപ്പർ എടുക്കും. എന്നിട്ട് അതിലെന്താണോ കൊടുത്തിരിക്കുന്നത് അത് ചെയ്യണം ഗൈസ്. ഇതൊക്കെയാണ്. ഞാൻ എന്തെങ്കിലും കളിക്കുന്ന വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇത് മറ്റേ പോക്ക ഇടുന്ന സംഭവമല്ലേ തന്നെയല്ലേ? പോക്ക ഇടുന്ന സ്ഥലം ഇത് ഇങ്ങനെ പോകുന്നു. ഇത് തുറക്കുമ്പോൾ പെട്ടെന്ന് അടയും. അതുകൊണ്ടാണ് കുറച്ച് പണിയുണ്ട് തുറക്കാൻ. അതുകൊണ്ടാണ് അവിടെ കസാല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കയറാം. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറാം. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. സ്റ്റുഡിയോ കാണിച്ചാൽ ഇവിടെ ബ്രഷുകൾ, ഞങ്ങൾ കൊടുത്ത ബ്രഷുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് പേസ്റ്റ്, പിന്നെ എണ്ണയുണ്ട്. ഈ ഷെൽഫൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പൈപ്പ് റെഡിയാക്കുന്ന സംഭവം, ചാവി, അങ്ങനത്തെ എന്തൊക്കെയാ ടാപ്പുകളൊക്കെ ഉണ്ട്. മുകളിൽ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ. അവിടെയും ബ്രഷും കാണണം തോന്നുന്നത്. ഷെൽഫൊക്കെ തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബാത്റൂം കാണിച്ചിടാം. ഒറ്റ ബാത്റൂമുള്ളൂ. ഇതാണ് ഗൈസ്. അവിടെ വെള്ളം കഴിഞ്ഞാൽ ഇവിടെ കുറ്റി ഇടും. കുറ്റി ഇടുന്നേ ആർക്കറിയാം ഗൈസ്. കുറ്റി ഇട്ട് അപ്പോൾ ഗൈസ് ഇവിടെ ഇത്ര തന്നെയുള്ളൂ. ഇവിടെ ഹാങ്കർ ഉണ്ട്, അവിടെയും ഹാങ്കർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഡ്രസ്സ് ഞങ്ങൾ തോരയിട്ടതാട്ടോ. ഓക്കെ ഓക്കെ. ഇനി ഇത് കണ്ട ക്ലോസ്ഡ് ഓപ്പൺ. ഇത് കടയിലൊക്കെ വെക്കുന്ന സംഭവം കേട്ടോ. ഇങ്ങനെ വെക്കുന്ന നമുക്കിപ്പോൾ ക്ലോസ് ആക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം. അപ്പോഴേക്കോ ഓക്കെ.
നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഡോറ് ഇത് മറ്റു ശരിക്കല്ല കേട്ടോ. അതിന് മുമ്പ് ഇത് കാണിച്ചു വേണ്ട. ഇപ്പം ഇനി ഇത് എന്താണ്, ഇവിടെ ഷെമി എടുക്കുന്നത്, ഇവിടെ വാജിദാക്ക എടുക്കുന്നതാണ്. ഇതാണ് ഗൈസ് റൂം. ഒറ്റക്കൊറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇതുണ്ട്. ഇതിൽ എന്താ കാണിച്ചിട്ട് കുറച്ച് കനമുണ്ട് കേട്ടോ ചെറുതായിട്ട്. നമ്മുടെ നാട്ടിലത്തെ 5 രൂപ ഉണ്ട് ഇതിൽ. പിന്നെ എന്തൊക്കെയാ, പിന്നെ കുറച്ച് ഡയറികളുണ്ട്, പിന്നെ ചാർജർ, ഇതിൻ്റെ പേരെന്തേന്, ഹെയർ ഫ്രയർ, അതൊക്കെ ഉണ്ട്. പിന്നെ 2 ബാഗുണ്ട്, 2 സ്യൂട്ട് കേസ് ഉണ്ട്. ഇവിടെ ഷെൽഫുണ്ട്, ഷെൽഫിലും കുറേ ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല സുഖം, നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന കേട്ടോ. ചൂട് കാറ്റ് മൂത്ത് കടിക്കുന്ന ഗൈസ് തുറന്നപ്പോൾ സംഭവം അടിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫാം ഇടുന്നുള്ള പേടിയുണ്ട് കേട്ടോ. ഞാൻ ഇനി ഉച്ച കടയിൽ ഇറങ്ങുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്തിട്ടുണ്ട്. ഇവിടെ സ്പ്രേകളുണ്ട്, പിന്നെ ഇത് നമുക്ക് എല്ലാം കൂടി ഉള്ളൊരു ക്യാബിളുണ്ട്. ഇതാണ് കേട്ടോ AC. നമ്മൾ AC മാർക്കത്തല്ല കേട്ടോ ഇവിടുത്തെ AC. എന്താ ഇതിൽ തുറക്കുന്നത് അറിയില്ല. എനിക്ക് ഇതിലൊന്നും അത്ര പരിചയമില്ല. പിന്നെ അവിടെ ഒരു ഇത് വരുന്നുണ്ട് കണ്ട. ഓക്കെ, അവിടെ അള്ളാഹു എന്ന് എഴുതി വെച്ചിട്ടുള്ളൊരിതുണ്ട്. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇത് വാജിദാക്ക വെറുതെ വരച്ചതാട്ടോ. നോക്കുമ്പോൾ നമുക്ക് കുറച്ച് വരയ്ക്കാം. മിനിറ്റ്. കുറച്ച് പുല്ല് കൂടെ വരക്കാം. കാക്കച്ച് കുറച്ച് പറഞ്ഞിട്ട് ജോലിക്ക് പോകാറില്ല. കുറച്ച് മുട്ട കാച്ചിട്ടുണ്ട്. ഇത് പൊട്ടിക്കട്ടെ. ഇവിടുത്തെ കടയിലത്തെ മിക്ക ആൾക്കാർക്കും എന്നെ അറിയാം കേട്ടോ. കാരണം ഞങ്ങളിവിടെ ചെറുപ്പത്തിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാ കടയിലും ഇങ്ങനെ പോയിട്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചെറുതായിട്ട് ഞങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ ആരൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ വീട് ഇത്രയേ ഉള്ളൂ. അല്ല, ഈ വീട് ഇത്രയേ ഉള്ളൂ എന്ന് ഉദ്ദേശിച്ച വീഡിയോ അല്ല. ഈ വാതിലെടുക്കുക. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. കടകളൊക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഹോം ടൂർ എന്ന് പറയാം ഗൈസ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.